എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ബോർഡം നമുക്ക് സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് ലൈഫ് ഭയങ്കര ബോറിംഗ് ആയിട്ട് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ എന്തുകൊണ്ട് നമ്മൾ ഈ ബോറിംഗ് എന്ന ആ ഒരു അവസ്ഥ അനുഭവിക്കുന്നു നമ്മുടെ ലൈഫിൽ? ആദ്യമേ നമുക്ക് രണ്ട് മെമ്മറീസിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അത് പറഞ്ഞാലേ നിങ്ങൾക്ക് വ്യക്തമാകത്തുള്ളൂ എന്തുകൊണ്ടാണ് ഈ ബോർഡം സംഭവിക്കുക എന്നത്. അതായത് രണ്ട് തരം മെമ്മറീസ് ഉണ്ട്. ഫാക്ച്വൽ മെമ്മറി, സൈക്കോളജിക്കൽ മെമ്മറി എന്ന് പറയും. അതായത് ഈ ഫാക്ച്വൽ മെമ്മറി എന്ന് പറയുന്നത്, ആദ്യമേ ഫാക്ച്വൽ മെമ്മറിയിലേക്ക് വരാം. ഈ ഫാക്ച്വൽ മെമ്മറി എന്ന് പറയുന്നത് നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുക. അതായത് നമുക്ക് നമ്മുടെ പേര്, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലം, നമ്മുടെ വീടിൻ്റെ പേര്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ പറ്റിയുള്ള അറിവുകൾ, അങ്ങനെ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ വേണ്ട കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഈ ഫാക്ച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ഇറ്റ്സ് ആൻ ഇൻഫോർമേറ്റീവ് മെമ്മറി. ബേസിക് ഇൻഫർമേഷൻ റിക്വയർഡ് ടു ലീവ് അവർ ഡേ ടു ഡേ ലൈഫ്. നമ്മുടെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന എസെൻഷ്യൽ മെമ്മറിയാണ് ഈ ഫാക്ച്വൽ മെമ്മറി എന്ന് പറയുന്നത്. അതുകൂടാതെ ഈ ഫാക്ച്വൽ മെമ്മറിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്, അതായത് നമ്മുടെ ലൈഫിൽ ഇത്രയും നാൾ നമ്മൾ സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും ഒരു വേഗമായിട്ടുള്ള മെമ്മറി, നമുക്ക് ഇപ്പോൾ എനിക്ക് 25 വയസ്സാണ്. അപ്പോൾ ഞാൻ 25 വർഷം ജീവിച്ചിരുന്നപ്പോൾ നമ്മുടെ ലൈഫിൽ നടന്നിരുന്ന മിക്ക കാര്യങ്ങളുടെയും ഒരു ഫാക്ച്വലായിട്ടുള്ള ഒരു മെമ്മറി നമുക്ക് ഉണ്ടാവില്ല. അതായത് എനിക്ക് 20 വയസ്സിൽ ഞാൻ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു. നമുക്ക് എല്ലാം ഓർമ്മ കാണണമെന്നില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള മിക്ക കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ത്രൂട്ട് നടന്ന പല കാര്യങ്ങളും നമുക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ഒരു മെമ്മറി ആയിട്ട് നമുക്ക് പലതും നമ്മുടെ മെമ്മറിയിലുണ്ട്. അതാണ് ഈ ഫാക്ച്വൽ മെമ്മറി എന്ന് പറയുന്നത്. ആസ് എ ഫാക്ട്, നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ആസ് എ ഫാക്ട് നമ്മുടെ ഒരു ഫാക്ച്വൽ മെമ്മറിയിൽ എവറിത്തിങ് ഈസ് സ്റ്റോർഡ് ആണ്. എല്ലാം നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരത്തില്ലെങ്കിൽ എവറിത്തിങ് ഈസ് സ്റ്റോർഡ് ആണ്. പക്ഷേ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും വർഷം ജീവിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഫാക്ച്വൽ മെമ്മറിയിലുണ്ട്. എല്ലാം തന്നെ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മിച്ചെടുക്കാൻ പറ്റും. സോ എവറിത്തിങ് ദാറ്റ് ഹാസ് ഹാപ്പൻഡ് ഇൻ അവർ ലൈഫ് ആൻഡ് ഓൾസോ ദ എസെൻഷ്യൽ ഇൻഫർമേഷൻ ദാറ്റ് വി നീഡ് ടു സർവൈവ് ഇൻ അവർ ലൈഫ്, എവറിത്തിങ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് ഫാക്ച്വൽ മെമ്മറി. ഫാക്ച്വൽ മെമ്മറി ആയിട്ട് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ലൈഫ് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് പറയുന്നത്. സോ ഇനി അടുത്തൊരു മെമ്മറിയെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ കാണിച്ചത് സൈക്കോളജിക്കൽ മെമ്മറി എന്ന് പറയും. ഈ സൈക്കോളജിക്കൽ മെമ്മറി എന്ന് പറയുന്നതാണ് നമുക്ക് ഈ ബോർഡം ഉണ്ടാകാനുള്ള കാര്യം എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫ് ബോറിംഗ് ആയി മാറുന്നതിൻ്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ സൈക്കോളജിക്കൽ മെമ്മറി നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. സോ എന്താണ് ഈ സൈക്കോളജിക്കൽ മെമ്മറി എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതായത് ഈ സൈക്കോളജിക്കൽ മെമ്മറി എന്ന് പറയുമ്പോൾ, അതായത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിലേക്ക് നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സ് എല്ലാം കൂടെ എൻറ്റാങ്കിൾഡ് ആയിട്ട് മിക്സ് ആവും. അതായത് ഇപ്പം കുറച്ചുകൂടെ വ്യക്തമാക്കുകയാണെങ്കിൽ, അതായത് നമ്മളെ ഒരു 5 വർഷം മുന്നേ നമ്മളെ ഒരാൾ ഇൻസൾട്ട് ചെയ്തു. നമ്മളൊരു തെറ്റും ചെയ്തില്ല, പക്ഷെ അയാൾ നമ്മളെ വെറുതെ ഒരു പബ്ലിക്കായിട്ട് നമ്മളെ ഇൻസൾട്ട് ചെയ്തു, വളരെ നമ്മളെ ഹ്യൂമിലേറ്റ് ചെയ്തു, ഹരാസ് ചെയ്തു. സോ പക്ഷേ നമുക്ക് തിരിച്ചൊന്നും റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളവിടെ വളരെ ഡീവാല്യൂ ആയി, നമ്മുടെ ഈഗോ അവിടെ ഹർട്ടായി, നമ്മുടെ ഇമോഷൻസ്, ഫീലിങ്സും എല്ലാം ഹർട്ടായി. അതൊരു 5 വർഷം മുന്നേ നടന്നൊരു സാഹചര്യം എന്ന് വിചാരിക്കുക. അതിനുശേഷം നിങ്ങൾ തമ്മിൽ പിന്നെ കണ്ടിട്ടില്ല, പിന്നെ ആ വ്യക്തിയെ കണ്ടിട്ടില്ല. പക്ഷേ പിന്നീട് ഒരു 5 വർഷത്തിന് ശേഷം നിങ്ങൾ വീണ്ടും ആ വ്യക്തിയെ കാണുന്നു, ഒരു അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ കാണുന്നു. ആ വ്യക്തി ഒരു പക്ഷേ അതെല്ലാം മറന്നിരിക്കുക, അങ്ങനത്തെ ആ ഇൻസിഡൻറ്റ് പോലും ഓർക്കുന്നില്ലായിരിക്കാം. പക്ഷേ സ്റ്റിൽ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ആ ഒരു ഈഗോ വളരെ ഹേർട്ടായിട്ടുണ്ട്. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് ഹ്യൂമിലിയേഷൻ ഫേസ് ചെയ്തതുകൊണ്ട് നമ്മളെ മൈൻഡിൽ അതൊരു ഫാക്ച്വൽ മെമ്മറി ആയിട്ട് എപ്പോഴും അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷൻ നടന്നു. അങ്ങനെ ഇപ്പം ഇതുപോലെയുള്ള ചില മൊമെൻറ്റ്സ് നല്ലതും കാണാം, ചീത്തയും കാണാം. ഇതൊരു നെഗറ്റീവ് ഇൻസിഡൻ്റാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഈ നെഗറ്റീവ് ഇൻസിഡൻറ്റ് ഈ മെമ്മറിയിൽ നമ്മൾ കിടപ്പുണ്ട്. പെട്ടെന്ന് നമ്മൾ ആ വ്യക്തിയെ ഒരു 5 വർഷത്തിന് ശേഷം കാണുമ്പം പെട്ടെന്ന് നമുക്ക് ആ ഫാക്ച്വൽ മെമ്മറി ആദ്യം വരുമോ, അതിനോടൊപ്പം തന്നെ നമുക്ക് അതിലേക്ക് നമ്മുടെ ആ ഒരു അന്ന് നമുക്ക് അനുഭവിച്ച നമുക്ക് ആ ഒരു ദേഷ്യവും സങ്കടവും അങ്ങനെ അയാളുള്ള റിവെഞ്ചും എല്ലാം കൂടെ നമുക്ക് കയറി വരിക. അതായത് ഫാക്ച്വൽ മെമ്മറിയുടെ കൂടെ ആ ഒരു സൈക്കോളജിക്കൽ മെമ്മറി, അന്ന് നമ്മൾ അനുഭവിച്ച ഹ്യൂമിലിയേഷനും കാര്യങ്ങളും എല്ലാം കൂടെ പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ റിഫ്ലക്ട് ചെയ്ത് നമുക്ക് അയാളോട് വൈരാഗ്യവും ദേഷ്യവും, വീണ്ടും അയാളോടുള്ള കാണുമ്പോൾ വെറുപ്പും വൈരാഗ്യമൊക്കെ വരുന്ന ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ മെമ്മറി എന്ന് പറയുന്നത്. അതായത് അന്ന് അനുഭവിച്ച ഇമോഷൻ അല്ലെങ്കിൽ അന്ന് അനുഭവിച്ച ആ ഫീലിങ്സിലേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ ആ പാസ്റ്റ് എക്സ്പീരിയൻസിലേക്ക് നമ്മൾ പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ ട്രിഗർ ചെയ്ത് വീണ്ടും നമ്മൾ നമ്മുടെ ഒരു സൈക്കോളജി അതിനനുസരിച്ച് മാറി ചേഞ്ച് ചെയ്ത് വീണ്ടും നമ്മൾ ആ ഒരു പഴയ സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകുന്നു. അന്ന് അനുഭവിച്ച അതേ ലെവലിൽ തന്നെ നമുക്ക് ആ ഒരു ദേഷ്യവും കാര്യങ്ങളും പ്രസൻറ്റ് മൊമെൻറ്റിൽ, അതായത് പ്രസൻറ്റ് മൊമെൻറ്റിൽ അയാൾ നമ്മളോടൊന്നും ചെയ്യുന്നില്ല.
പ്രസൻറ്റ് മൊമെൻറ്റിൽ ഹി നെവർ റിമെമ്പേഴ്സ്, നത്തിങ് ഹാസ് ഹാപ്പൻ. പക്ഷെ അന്ന് അനുഭവിച്ചത് ഉള്ളിൽ കിടന്നിട്ട് നമുക്കത് അന്ന് പ്രോപ്പറായിട്ട് നമുക്ക് തിരിച്ചയാൾക്ക് ഒരു പ്രോപ്പർ റെസ്പോൺസ് കൊടുക്കാൻ പറ്റിയില്ല. തിരിച്ച് നമ്മളവിടെ ഒരു ഹ്യൂമിലേറ്റഡ് ആയ ഒരു സിറ്റുവേഷൻ ആയിരുന്നല്ലോ. അതുകൊണ്ട് എപ്പോഴും അത് റിപ്രസ്ഡ് ആയിട്ട് ഉള്ളിൽ കിടപ്പുണ്ടായിരുന്നു. സോ അതൊരു പ്രസൻറ്റ് മൊമെൻറ്റിൽ അത് പെട്ടെന്ന് അയാളെ കണ്ടപ്പോൾ ട്രിഗർ ചെയ്ത് വീണ്ടും നമ്മൾ ആ ഒരു നെഗറ്റീവ് ആ ഒരു സിറ്റുവേഷൻ വീണ്ടും നമുക്ക് ആ ഒരു ആങ്കറും കാര്യങ്ങളൊക്കെ വീണ്ടും വരിക എന്നതാണ് നമ്മൾ ആ ഒരു സൈക്കോളജിക്കൽ മെമ്മറി കൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ഫാക്ച്വൽ മെമ്മറി ഓൾറെഡി ഉണ്ട്. ഫാക്ച്വൽ മെമ്മറി എന്ന് പറയുമ്പോൾ ഇൻ ദ പാസ്റ്റ് ആ ഒരു ഫാക്ച്വൽ മെമ്മറി എപ്പോഴും ഉണ്ട്. അതായത് അയാൾ നമ്മൾ ഇൻസൾട്ട് ചെയ്ത കാര്യം നമ്മളെപ്പോഴും നോർമലി നമ്മളെപ്പോഴും നമ്മുടെ മൈൻഡിൽ കിടക്കുന്നൊരു കാര്യം തന്നെയായിരിക്കും. പക്ഷെ വീണ്ടും നമുക്ക് ആ ഒരു ഇമോഷൻസ് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിലേക്ക് വീണ്ടും നമ്മുടെ ഇമോഷൻസ് കൂടി മിക്സ്ഡ് ആകുമ്പോഴാണ് അതൊരു സൈക്കോളജിക്കൽ മെമ്മറി ആയിട്ട് മാറുക. നമ്മളെ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആകുക എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ മെമ്മറി നമുക്ക് വരുമ്പോഴാണ് അത് നമ്മളെ വീണ്ടും ഡിസ്റ്റർബ് ചെയ്യുക എന്ന് പറയുന്നത്. സോ ഈ സൈക്കോളജിക്കൽ മെമ്മറിയിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ലൈഫ് നമുക്ക് ഒരു ബോർഡം അല്ലെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് കിട്ടാതെ വരിക എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾ നമ്മൾ ഒരു ഇൻസൾട്ടിൻ്റെ കേസാണ് നമ്മളിപ്പം എടുത്ത് പറയുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പം നിത്യജീവിതത്തിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഡെയിലി ഓരോ വർക്ക് ചെയ്യുമ്പോൾ അതായത് നമ്മൾ ആദ്യമായിട്ടൊരു ജോലിക്ക് നമ്മൾ കയറി. അപ്പം ആദ്യമത്തെ ദിവസം നമ്മളിപ്പം പഠിപ്പിക്കാൻ കയറി അല്ലെങ്കിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്യാൻ കയറി എന്ന് വിചാരിക്കാം. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു പുതുമ തോന്നും, ഫ്രഷ്നെസ് ഉണ്ട്. പിന്നെ നമ്മൾ അതേ കാര്യം തന്നെ ഡെയിലി ചെയ്ത് ഒരേ ആൾക്കാരെ തന്നെ കാണുന്നു, ഒരേ കാര്യം തന്നെ പോകുന്നു. അങ്ങനെ ഡെയിലി സെയിം വർക്കിംഗ് പ്ലേസ് ആണ്, സെയിം എൻവയോൺമെൻ്റ് ആണ്, ആൾക്കാർ മാറുന്നില്ല. സോ സെയിം സാധനം തന്നെ നമ്മൾ ഡെയിലി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റെപ്പിറ്റേറ്റീവ് ആയിട്ട് മാറും. അത് റെപ്പിറ്റേറ്റീവ് ആയിട്ട് മാറുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് ഈ സൈക്കോളജിക്കൽ മെമ്മറിയിലേക്ക് നമ്മളിത് പോകുന്നത് കൊണ്ട്, സൈക്കോളജിക്കൽ മെമ്മറി ഒരുപാട് സ്റ്റോർഡ് അപ്പ് ആവുന്നതുകൊണ്ടാണ് നമുക്കിത് റെപ്പിറ്റേറ്റീവ് ആയിട്ട് തോന്നുക എന്ന് പറയുന്നത് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് എന്ന് പറയുന്നത്. അതായത് ഫാക്ച്വൽ മെമ്മറി മാത്രമേ നമുക്കുള്ളെങ്കിൽ നമുക്ക് ഈ ബോറടി ഒരിക്കലും വരില്ലെന്നാണ് പറയുന്നത്. അതായത് ഫാക്ച്വൽ മെമ്മറി ആണെങ്കിൽ ദിസ് ഈസ് വാട്ട് യു ഹാവ് ടു ഡു, ദിസ് ഈസ് യുവർ വർക്ക്, ദിസ് ഈസ് ദ പ്ലേസ് വെയർ യു ഹാവ് ടു വർക്ക്. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം ഇതാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണെന്ന് ഫാക്ച്വൽ മെമ്മറിയിൽ നമുക്കുണ്ട്. പക്ഷേ അത് ഡെയിലി നമ്മളിങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ആ ഒരു സൈക്കോളജിക്കൽ മെമ്മറിയും കൂടി ഇതിലേക്ക് മിക്സപ്പ് ആവുന്നു. ആ ഡെയിലി ചെയ്യുമ്പോൾ സൈക്കോളജിക്കൽ മെമ്മറി വരിക എന്ന് പറയുന്നത് ഞാൻ ഇന്നലെയും ചെയ്തതാണ്, ഇന്നലെ ഞാൻ ഈ സാധനം തന്നെയല്ലേ ചെയ്തത്. പക്ഷേ ആക്ച്വലി എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ചെയ്ത കാര്യമല്ല ഇന്ന് നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത്. ഓരോ ദിവസവും നമ്മൾ ചെയ്യുമ്പോഴും സ്റ്റിൽ ഇപ്പം നമ്മൾ എന്താ പറയുക, ഇന്നലെ നമ്മളൊരു കാര്യം ചെയ്തെങ്കിലും അതേ കാര്യം തന്നെ ഇന്ന് നമ്മൾ ചെയ്യുകയാണെങ്കിലും ബട്ട് ദർ ഇസ് എ സ്ലൈറ്റ് ഡിഫറൻറ്റ്. നമ്മൾ ചെയ്യുന്ന രീതികളിൽ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. സോ നമ്മുടെയൊക്കെ ലൈഫിൻ്റെ ഒരു ബോർഡം നമുക്ക് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈക്കോളജിക്കൽ മെമ്മറി ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ലൈഫിനെ ഒന്നും കൂടെ ഫ്രഷ് ആയിട്ട്, അതായത് ഓരോ മൊമെൻറ്റും നമുക്ക് ഒരു ഫ്രഷ്നെസ്സിലൂടെ കാണാൻ സാധിക്കുക എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ നോർമലി നമ്മളിപ്പോൾ നമുക്ക് ബോറടിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ദിവസം നമ്മളൊരു വർക്ക് ചെയ്യുന്നു, പിറ്റേ ദിവസം നമ്മൾ ആ വർക്ക് ചെയ്യുന്നു. ഇത് കണ്ടിന്യൂസ് നമ്മൾ ഡെയിലി ഒരേ കാര്യം തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ഒരു സൈക്കോളജിക്കൽ മെമ്മറി അവിടെ ബിൽഡപ്പായി വന്ന് നമുക്ക് തന്നെ ഇങ്ങനെ മൈൻഡിൽ തോന്നും. മൈൻഡിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് ഈ മൈൻഡിൻ്റെ ഒരു നമുക്ക് തോന്നുന്നു നമുക്കിങ്ങനെ റെപ്പറ്റേറ്റീവ് ആണ്, നമ്മൾ എല്ലാ ദിവസവും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ഇത് തന്നെയല്ലേ ചെയ്തത്, ഇന്നും വേറെ കാര്യമല്ലേ, ഇന്നും അതേ തന്നെയല്ലേ ചെയ്യുന്നത്, വേറെ ഒരു പുതുമയില്ലെന്ന് നമുക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ സൈക്കോളജിക്കൽ മെമ്മറി ഒരുപാട് ഇങ്ങനെ മിക്സ്ഡ് അപ്പ് ആവുന്നത് കൊണ്ടാണ്, ഒരുപാട് സ്റ്റോർഡ് ആകുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ബോർഡം നമുക്ക് ഫീൽ ചെയ്യാമെന്ന് പറയുന്നത്. സോ ഈ ഒരു സൈക്കോളജിക്കൽ മെമ്മറി ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ എന്നൊരു സ്റ്റേറ്റിലേക്ക് വരിക, അല്ലെങ്കിൽ മെഡിറ്റേഷൻ നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു സൈക്കോളജിക്കൽ മെമ്മറി ഡ്രോപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് നമ്മൾ മെഡിറ്റേഷന് പറയാമെന്ന് പറയുന്നത്. അതായത് മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ സൈക്കോളജിക്കൽ മെമ്മറി ഡ്രോപ്പ് ചെയ്ത് നമ്മൾ ഫാക്ച്വൽ മെമ്മറി മാത്രം നമ്മൾ റീറ്റെയിൻ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് വരും. അതായത് സൈക്കോളജിക്കൽ മെമ്മറി ഈസ് നോട്ട് ഓഫ് മെനി യൂസ്, ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് അവർ അൺകോൺഷ്യസ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു നോൺ മെഡിറ്റേറ്റീവ് സ്റ്റേറ്റ് മൂലമാണ് ഈ സൈക്കോളജിക്കൽ മെമ്മറി നമ്മളിൽ ബിൽഡപ്പ് ആകുക എന്ന് പറയുന്നത്. സോ വൺസ് യു സ്റ്റാർട്ട് ബിക്കമിങ് മോർ അവെയർ, മോർ അലേർട്ട്, നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആകുക. മെഡിറ്റേഷൻ്റെ ഉദ്ദേശം അതാണല്ലോ, നമ്മുടെ കോൺഷ്യസ്നെസ് ബിൽഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്യുവർ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ എത്തുക, ഒരു പൂർണ്ണ ബോധാവസ്ഥയിലേക്ക് എത്തുന്നതിലൂടെ ഈ ഒരു സൈക്കോളജിക്കൽ മെമ്മറി കംപ്ലീറ്റ് ആയിട്ട് ഡ്രോപ്പ് ആയിട്ട് നമുക്ക് ഓരോ മൊമെൻറ്റിനെ ഫ്രഷ് ആയിട്ട് എവറിത്തിങ് ബിക്കംസ് ഫ്രഷ്, ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ഒരു മൈൻഡ്ഫുള്ളായിട്ട് എപ്പോഴും നമുക്ക് ഇരിക്കാൻ സാധിക്കും. മൈൻഡ്ഫുൾനെസ് അതാണല്ലോ, എപ്പോഴും നമ്മൾ അവെയർനെസ്സിലൂടെ പ്യുവർ അവെയർനെസ്സിലല്ല പൂർണ്ണ ബോധത്തോടെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ പഴയ കാര്യങ്ങൾ, പാസ്റ്റ് എക്സ്പീരിയൻസും അതിൻ്റെ ഇമോഷനും നമ്മളിലേക്ക് മിക്സ്ഡ് അപ്പ് ആകുന്നില്ല. അതായത് യു നോ ആസ് എ ഫാക്ച്വൽ മെമ്മറി ഞാൻ ഇന്നലെ ചെയ്ത കാര്യം തന്നെയാണ് ഞാൻ ഇന്നും ചെയ്യുന്നത്, പക്ഷേ ഇന്നലത്തെ അതേ എക്സ്പീരിയൻസ് അല്ല ഇന്നെനിക്കുള്ളത്. ഇന്ന് ഓരോ തവണ നമ്മളത് ചെയ്യുമ്പം നമ്മുടെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഓരോ ദിവസവും നമുക്ക് പുതുമയാണല്ലോ, ഓരോ ദിവസവും പുതിയതാണ്. ഇന്നലെ ഞാൻ ഒരാളോട് മിണ്ടിയ പോലെ ആയിരിക്കില്ല ഞാൻ ഇന്ന് മിണ്ടുക എന്ന് പറയുന്നത്. സോ എവറി ഡേ തിങ്സ് ആർ ചേഞ്ചിങ്, ഓൾദോ
യു ആർ വർക്കിംഗ് ഇൻ ദ സെയിം പ്ലേസ്, നിങ്ങൾ സെയിം സ്ഥാപനത്തിലായിരിക്കാം വർക്ക് ചെയ്യുന്നത്, നിങ്ങൾ സെയിം കാര്യങ്ങൾ തന്നെ ആയിരിക്കും, ആ ഒരു പ്രോസസ്സ് സെയിം ആയിരിക്കാം, പക്ഷേ സ്റ്റിൽ യു ആസ് എ പേഴ്സൺ ഈസ് എവറി ഡേ ഈസ് എ ന്യൂ. നമ്മൾ ഓരോ ദിവസം നമ്മൾ പുതുമയിലേക്ക് വരികയാണ്, ഓരോ ദിവസം നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഫ്രഷ്നെസ് നമുക്ക് നല്ലോണം തിരിച്ചറിയണമെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് നമ്മൾ ഡെവലപ്പ് ആകണം, നമ്മൾ കോൺഷ്യസ്നെസ്സിൽ ഇവോൾവ് ആകണം. അതിനാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നത്. സോ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ആ സൈക്കോളജിക്കൽ മെമ്മറി ഡ്രോപ്പ് ആയിട്ട് നമ്മൾ ഫാക്ച്വൽ മെമ്മറി മാത്രം നമ്മൾ റീറ്റെയിൻ ചെയ്യുന്നു. അതിലൂടെ നമുക്ക് ആ ഒരു ലൈഫിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നു. സോ ആ ഒരു രീതിയിലൂടെ മാത്രമേ നമുക്ക് ബോർഡത്തിനെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കുക എന്നാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയാമെന്ന് പറയുന്നത്. സോ മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ആ ഒരു എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കാൻ പറ്റും, എപ്പോഴും നമുക്ക് മൈൻഡ്ഫുള്ളായിട്ട് ഇരിക്കുന്നതിലൂടെ നമുക്ക് ആ ഒരു ഓരോ മൊമെൻറ്റിൻ്റെ ഫ്രഷ്നെസ് നമുക്ക് നല്ല ആ ഒരു ഡെപ്തിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. സോ ദാറ്റ്സ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ഡൂയിങ്. ആ ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്ക് എന്താ പറയുക, ആ ഒരു ബോർഡത്തെ നമുക്ക് ലൈഫിൽ നിന്ന് മാറ്റാൻ സാധിക്കുക എന്ന് പറയുന്നത്. അല്ലാത്ത പക്ഷം നമുക്ക് എന്തൊക്കെ ചെയ്താലും നമ്മൾ ബോർഡത്തിൽ നമ്മൾ ബോറടിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വിചാരിക്കുകയാണ് ഓരോ ദിവസം പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ചിലപ്പം ബോറടി മാറ്റാൻ സാധിക്കണം. ന്യൂ തിങ്സ് എപ്പോഴും നമ്മളെ എക്സൈറ്റ് ചെയ്യുന്ന കാര്യമാണ്, മൈൻഡിനെ എപ്പോഴും എക്സൈറ്റ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് ഒരു ചെറിയ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമ്മൾ രാവിലെ കുളിക്കണം, നമ്മൾ രാവിലെ പല്ല് തേക്കണം, രാവിലെ ഭക്ഷണം കഴിക്കണം. അപ്പോൾ എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതെല്ലാം ഇതിപ്പോൾ കുളിക്കുക, പലതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും ഓരോ ദിവസം മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഒരു ദിവസം വേണമെങ്കിൽ കുളിക്കുക, പിറ്റേ ദിവസം വേറെ സമയത്ത് കുളിക്കുക, അല്ലെങ്കിൽ വൈകുന്നേരം കുളിക്കുക, അങ്ങനെ നമുക്ക് പറ്റത്തില്ലല്ലോ. സോ ദർ ഈസ് എ റൊട്ടീൻ വി ഹാവ് ടു ഫോളോ. വാട്ട് എവർ ദ ജോബ്, വാട്ട് എവർ ദ എന്തൊക്കെയാണെങ്കിൽ, നിങ്ങൾ ട്രാവലിംഗ് പോലും ആണെങ്കിൽ പോലും ദർ കംസ് എ സിറ്റുവേഷൻ വെയർ ഈവൻ ട്രാവലിംഗ് പോലും പല ആൾക്കാർ എടുക്കുന്നത് റെപ്പറ്റീഷൻ മാറാൻ വരും. പക്ഷേ ട്രാവലിങ്ങും ഒരുപാട് ചെയ്ത് കഴിയുമ്പോൾ അതും നമുക്കൊരു റെപ്പറ്റീറ്റീവായിട്ട് മാറുന്നൊരു സിറ്റുവേഷൻ വരും. എല്ലായിടത്തും പോകുമ്പോഴും കുറേ കടലുണ്ട്, കുറേ ആൾക്കാരുണ്ട്. ബിക്കോസ് വൺസ് യു ഹാവ് ദാറ്റ് സൈക്കോളജിക്കൽ മെമ്മറി ഉള്ളിടത്തോളം കാലം നിങ്ങളൊരു നോൺ മെഡിറ്റേറ്റീവ് ആയിട്ട് മെഡിറ്റേഷൻ ഒന്നും പ്രാക്ടീസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ഇറ്റ് ഓൾവേസ് ദെർ ഈസ് എ സൈക്കോളജിക്കൽ മെമ്മറി. ഈവൻ ഇഫ് യു ട്രാവലിംഗ്, നമ്മൾ ബോറടി മാറ്റാൻ വേണ്ടി ട്രാവൽ ചെയ്യും. പക്ഷേ കുറേ നാൾ നമ്മൾ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സൈക്കോളജിക്കൽ മെമ്മറി ബിൽഡപ്പ് ആയിട്ട് എല്ലാ സ്ഥലത്തും പോകുമ്പോൾ കുറേ മലകൾ കാണുന്നു, ഒരു ബീച്ച് കാണുന്നു, കുറേ ആൾക്കാരെ കാണുന്നു, കുറേ റിസോർട്ട് കാണുന്നു, ഇതങ്ങനെ എല്ലാം നമുക്കത് റെപ്പറ്റേറ്റീവ് ആയിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മുടെ നോർമലി നമുക്ക് മൈൻഡ് അങ്ങനെയാണ്. ഇറ്റ് സ്റ്റോഴ്സ് അപ്പ് സൈക്കോളജിക്കൽ മെമ്മറി. അത് പാസ്റ്റ് എക്സ്പീരിയൻസസ് നമ്മൾ കൊണ്ടുവരുന്നു, പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മുടെ ഇമോഷൻസ് ആയിട്ട് മിക്സപ്പ് ആയിട്ട് പ്രസന്റ് മൊമെന്റിലേക്ക് വരുന്നു. അങ്ങനെ ആ ഒരു സൈക്കോളജിക്കൽ മെമ്മറി ബിൽഡപ്പ് ആകും തോറും എന്ത് ചെയ്താലും നമുക്കൊരു ബോർഡം എന്നൊരു സിറ്റുവേഷൻ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നോർമലി നമുക്ക് സംഭവിക്കുക എന്ന് പറയുന്നത്. സോ വാട്ട് എവർ യു ഡു, അൺലെസ് യുവർ കോൺഷ്യസ്നെസ് ഈസ് ചേഞ്ച്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ ക്വാളിറ്റി ഓഫ് കോൺഷ്യസ്നെസ് അത് ചേഞ്ച് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് ബോർഡത്തെ അതിജീവിച്ച് ലൈഫിനെ ഒന്നും കൂടെ ഫ്രഷ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത്. സോ അതിനുള്ള ഏക മാർഗ്ഗമാണ് മെഡിറ്റേഷൻ. മെഡിറ്റേഷൻ മേക്സ് യു മോർ ഫ്രഷ്, മോർ അലൈവ്. അതിലൂടെ മാത്രമേ നമുക്ക് ജീവിതത്തിൻ്റെ ആ ഒരു ബോർഡം നമുക്ക് മാറ്റാൻ സാധിക്കൂ, എല്ലാ കാര്യങ്ങളെ ഫ്രഷ് ആയിട്ട് കാണാൻ സാധിക്കൂ. നമ്മുടെ ആ ഒരു സൈക്കോളജിക്കൽ ഇംപ്രിസൺമെൻറ്റ്, പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്നുള്ള ആ ഒരു ഇംപ്രിസൺമെൻറ്റ്, അത് നമ്മൾ പ്രസൻറ്റിലും അലട്ടുന്നുണ്ടെങ്കിൽ യു ആർ ലിവിങ് ഇൻ എ സൈക്കോളജിക്കൽ മെമ്മറി. അതിൽ നിന്നെല്ലാം മാറി നമുക്കൊരു ഫ്രഷ്നെസ്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫാക്ച്വൽ മെമ്മറി റീറ്റെയിൻ ചെയ്യണം, സൈക്കോളജിക്കൽ മെമ്മറി ഡ്രോപ്പ് ചെയ്യണം. സോ അതിനുള്ള ഏക മാർഗ്ഗം എന്ന് പറയുന്നത് only through meditation. Meditation is the only solution to overcome boredom in your life. So ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ 24 hours ഒരു എക്സ്റ്റാറ്റിക്, ഒരു ബ്ലിസ്ഫുൾ, ഒരു ഹാപ്പി സ്റ്റേറ്റ് ആയിരിക്കും. ബോറിംഗ് എന്ന സിറ്റുവേഷനെ നമുക്ക് ഉണ്ടാകത്തില്ല എന്നാണ് മെഡിറ്റേഷൻ്റെ ആ ഒരു തിയറിറ്റിക്കൽ പാർട്ടി പറയുന്നത്. മെഡിറ്റേഷൻ എന്ന സ്റ്റേറ്റ് അച്ചീവ് ചെയ്തവരെല്ലാം പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത്. സോ ഇറ്റ് ടേക്സ് ഇറ്റ്സ് ടൈം. നമ്മൾ മെഡിറ്റേഷൻ ടെക്നിക്സ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രം പയ്യെ ഇറ്റ് ഹാപ്പൻസ് ആസ് എ ഗ്രാജുവൽ. ചിലവർക്ക് പെട്ടെന്ന് അത് സംഭവിക്കും. സബ്ജക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. സോ കീപ്പ് ഓൺ ട്രൈയിങ്, keep on practicing meditation. That's the only way to attain a blissful ecstatic life where you don't feel any boredom in your life. boredom ഒന്നും അനുഭവിക്കാത്ത ഒരു സിറ്റുവേഷൻ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ മെഡിറ്റേഷൻ ഈസ് ദ ഓൺലി ആൻസർ. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ. നിങ്ങൾക്ക് മെഡിറ്റേഷൻ എക്സ്പ്ലോർ ചെയ്യണം, നിങ്ങൾക്ക് മെഡിറ്റേഷനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്ററിനെ വിസിറ്റ് ചെയ്താൽ മതി. നമ്മൾ മെഡിറ്റേഷൻ ക്ലാസ്സസും പ്രോഗ്രാംസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.